ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ പറവട്ടാണി റൂട്ട്, അതായത് തൃശ്ശൂർ പറവട്ടാണി റൂട്ടിൽ കാളത്തോട് എന്നൊരു ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ മെയിൻ ആ കാളത്തോട് സെൻറ്ററിൽ നിന്ന് വെറും 800 മീറ്ററും, അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 300 മീറ്ററിലോട്ടാ. അത്ര അടുത്ത് തന്നെയാണ് ഈ വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധിപ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ മുൻവശം നല്ല വീതി കൂടിയ ഒരു ടാറിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടാറിനോട് തന്നെയാണ് വീടിൻ്റെ മുൻവശം ഈ സൈഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ടാറിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ, അത്രയധികം വീടുകളുള്ള പുതിയ വീടുകളൊക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ഈ ഫ്രണ്ട് വശത്ത് നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ്, അറ്റം വരെയുള്ള സ്ലൈഡിംഗ് ഗേറ്റ്. അതായത് ഈ ഒരു സൈഡിൽ ഒരു വിക്കറ്റ് ഗേറ്റ് മാതിരിയും കൊടുത്തിട്ടുണ്ട്. വലിയ വാഹനം നമുക്ക് വീടിൻ്റെ ഈ വശത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ചെറിയ വാഹനം നമുക്ക് ഈ ഒരു ഭാഗത്തും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഈ കട്ടയ്ക്ക് നമുക്കിനി പോളിഷ് ചെയ്ത് വൈറ്റ് ആൻഡ് ആഷ് കളറിൽ പെയിൻറ്റ് ചെയ്തതാണ്. ഈ 2 ഭാഗം ഉണ്ടായി 3 ഭാഗത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചുമരിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ധാരാളം ടെസ്റ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ LED വാം ലൈറ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പ്രകാരം തന്നെയുള്ള ഒരു വീട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. വീടിൻ്റെ ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ പാളി ഡോറോട് കൂടി തേക്കൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കയറി വരുന്ന ലിവിംഗ് ഹാളാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അടിപൊളി ഒരു TV യൂണിറ്റ്, മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺസീൽഡ് ആയിട്ടാണ് ഇവിടെ വാം ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൽ ഒരു വലിയൊരു ആർച്ചോട് കൂടിയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കും. അതേ മാച്ചിങ് ടൈല് തന്നെയാണ്, വീതി കൂടി ടൈലാണ്, 2-4 ടൈല്. അപ്പോക്സിയോട് കൂടിയാട്ടോ, അപ്പോക്സി ലാസ്റ്റ് ചെയ്യുള്ളൂ. ഒരു ഓപ്പൺ ക്രോക്കറി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷേരി ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് വാഷേരി കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം സ്റ്റെയറിന് സൈഡിലായിട്ട്. അതുപോലെ ഒരു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ടാണ് സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിംഗ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഹാളിൽ തന്നെയാണ് 2 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ധാരാളം LED ബൾബുകൾ ഈ ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു സ്പേസിലും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെയും അതേ മാച്ചിങ്ങിൽ തന്നെയാണ് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൺസീൽഡ് ആയിട്ടാണ് വാം ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാൾഡ്രോബ്സ് മിററോട് കൂടിയിട്ട് ഈ സൈഡിൽ ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 3 പാളി ഡോറോട് കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള സ്പേസോ ഇത് സെപ്പറേറ്റ് ഡ്രസ് യൂണിറ്റ് ആക്കണമെങ്കിൽ ചെയ്യാം. തൊട്ട് ചേർത്തിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സെറാന കമ്പനിയുടെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഹീറ്ററുള്ള പോയിന്റും എക്സോസ്റ്റും എല്ലാം സെപ്പറേറ്റ് എല്ലാ ബാത്റൂമിലും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെല്ലാം 2 ബെഡ്റൂമിലും AC പോയിന്റും കൊടുത്തിട്ടുണ്ട്. സോളാറിൻ്റെ പൈപ്പ് മുകളിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതൊരു 10-10 ഈ ബെഡ്റൂമിൻ്റെ ഒരു അളവ് വരുന്നുണ്ട്. അതുപോലെ വിൻഡോസ് ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കൺസീൽഡ് ആയിട്ട് ഇത് തന്നെയാണ് വാം ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വെച്ചിട്ട് ഇവിടെയും മിററോട് കൂടി തന്നെ 3 പാളി ഡോറോട് കൂടി വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമുകളൊക്കെ വാൾട്ടയിൽ വീതി കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും അപ്പോക്സി കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായ കളറുകൾ തന്നെയാണ് എല്ലാ ബാത്റൂമുകളും കൊടുത്തിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ
വടക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധിപ്രകാരം തന്നെയാണ് ഇവിടെ ഈ വീട് പണി കഴിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. LED ബൾബൊക്കെ വെച്ചിട്ട് മൾട്ടിവുഡിൽ ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ്. ഇത് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ മുറിഞ്ഞതിന് വേണ്ടി സ്റ്റാൻഡ് ചുമരിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ധാരാളം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ധാരാളം കവറുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട് ധാരാളം. ഇവിടെയും കൺസീൽഡ് ആയിട്ട് തന്നെയാണ് LED ബൾബ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗമാണ്. അതേ മാച്ചിങ് ടൈല് തന്നെയാണ്. പെയിൻറ്റിങ് ലാസ്റ്റ് ഫൈനൽ നടക്കുന്ന കാരണം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. വലിയൊരു കിച്ചൺ തന്നെയാണ്. സെക്കൻഡ് കിച്ചൺ എന്ന് തന്നെ പറയാം. ഇവിടെയും ധാരാളം കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. വലിയൊരു സെക്കൻഡ് കിച്ചൺ, വലിയൊരു കിച്ചൺ തന്നെയാണ്. വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗമാണ്. ഇനി ഇവിടെ ബേബി മെറ്റെല്ലാം വിരിച്ച് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വർക്ക് ഫിനിഷിങ് നടക്കുന്നുള്ളൂ. ഈ ഭാഗത്തൊരു കട്ട വരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ബേബി മെറ്റാന്ന് വെച്ചാൽ നമുക്കത് മാറ്റി എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. വെള്ളത്തിനൊക്കെ ഓപ്പൺ കിണറാണ്. എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറില്ല. അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം മറ്റാത്തൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ബാക്ക് സൈഡിലും ധാരാളം വീടുകളുള്ള ഏരിയ. ഇവിടെയും വഴി കൊടുത്തിട്ടുണ്ട്. ടാറിനോട് തന്നെയാണ് ബാക്ക് സൈഡിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എൻട്രൻസ് ഈ ഭാഗത്തേക്ക് കടക്കാനുള്ള അവകാശമുള്ളതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 4.5 കിലോമീറ്റർ ദൂരം, അല്ലെങ്കിൽ 4.45-5 അടുത്ത്, അത്രയേ ഉള്ളൂ. അത്ര അടുത്ത് തന്നെയാണ്. അവിടെ ആ കാളത്തോട് പറവട്ടാണി കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സെൻറ്ററാണ് കാളത്തോട്. അവിടുന്ന് വെറും ഒരു 800 മീറ്റർ ദൂരം. അവിടെ ഒരു ബസ് റൂട്ടിലേക്ക് ഒരു 300 മീറ്റർ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരാൻ വെച്ചാൽ നമുക്ക് NH ഉണ്ട്. NHക്ക് 1 കിലോമീറ്റർ ഈ സൈഡ് വരുന്നുണ്ട്. അടുത്തേക്ക് പോകുന്ന NH ഈ സൈഡിൽ വരെ കിടക്കാൻ എളുപ്പമുണ്ടെന്ന് പറയും. അതുപോലെ കാച്ചേരിക്ക് കിടക്കണമെങ്കിൽ ഒരു 300-400 മീറ്ററുള്ള കാച്ചേരിക്ക് കിടക്കാം. നെല്ലിക്കുന്ന് കാച്ചേരി 3 ഭാഗത്ത് റോഡിലേക്ക് പോകാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 വശത്തെ ഹാളാണ്. ഇവിടെയും കൺസീൽഡ് ആയിട്ട് LED ബൾബ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് കിടക്കുന്ന ഒരു സ്പേസാണ് കേട്ടോ. പക്ഷേ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുകൾ വശത്തായിട്ട് ബെഡ്റൂം എടുക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വീതി കൂടിയ ഒരു ഓപ്പൺ ടെറസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം താത്തി അറ്റാച്ച്ഡിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു മുകൾ വശത്തെ ഒരു ഓപ്പൺ ബാൽക്കണി ആയിട്ട് വേണമെങ്കിൽ വീട് പിന്നീട് എടുക്കുന്ന കാലത്തുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഈ ഒരു സ്പേസ് കണ്ടോ, വലിയൊരു ബെഡ്റൂമിനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ബാത്റൂമിനുള്ള സ്പേസ് താത്തി വാർത്തിട്ടുണ്ടെന്ന് പറയാം. കണ്ടോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ പണി കഴിച്ച് വരാൻ മുകൾ വശം എടുക്കണമെങ്കിൽ ഇത് ഓപ്പൺ ബാൽക്കണിയാവും ഈ ഒരു ഭാഗം. ഇപ്പോൾ താഴെ 2 ബെഡ്റൂമാണ് കൊടുത്തത്. ഡൈനിങ് ലിവിംഗ് സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. ടൗണിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണിത്. എല്ലാ വിഭാഗം ആളുകളുണ്ട്. അതുപോലെ എല്ലാ ആരാധനാലയങ്ങളുമുണ്ട്. സ്കൂളുകളായാലും ഹോസ്പിറ്റലുകളായാലും എല്ലാം ഒരു 1-2 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.